ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വാട്സപ്പ് ട്രിക്കുകളാണ് പറയുന്നത്. ഇതിൽ മിക്ക ട്രിക്കുകളും ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻഫോർമേഷൻ. സോ ആദ്യമായിട്ട് പറയുന്നത് വാട്സപ്പിൻ്റെ QR കോഡ് അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് നാളായിരുന്നുണ്ടെങ്കിലും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സോ ഈ ഒരു QR കോഡ് അപ്ഡേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് പ്രൊഫൈൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് വാട്സപ്പ് നമ്പറിന് പകരം ഇനി തൊട്ട് നമുക്ക് QR കോഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാളുടെ QR കോഡ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് മറ്റൊരാളുമായിട്ട് ചാറ്റ് ചെയ്യാനും സാധിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ സെറ്റിങ്സിൽ നമ്മുടെ DP യോട് ചേർന്നിട്ട് ഒരു QR കോഡിൻ്റെ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ കോഡ് കാണും. ആ കോഡിനെ നമുക്ക് മുകളിലുള്ള ഈ ഷെയർ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഏത് ഇത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പ് വഴി തന്നെ സെൻഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സോ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക. നമുക്ക് QR കോഡിൻ്റെ ഒരു ഇമേജും ഒപ്പം തന്നെ ഒരു ലിങ്കും അതിനോടൊപ്പം ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ QR കോഡ് ഷെയർ ചെയ്യാനായിട്ട് പറ്റുക. ഇനി വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും ഒരു QR കോഡ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നുള്ളതാണ്. സോ സ്കാൻ കോഡ് യൂസ് ചെയ്തിട്ട് അതിന് താഴെ കാണുന്ന ഗാലറിയിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് QR കോഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, നമ്മുടെ ഓൾറെഡി കോൺടാക്റ്റിലുള്ളതല്ലെങ്കിൽ നമുക്ക് ആഡ് ടു കോൺടാക്ട്സ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആളുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓൾറെഡി കോൺടാക്റ്റിലുള്ള ആളുടെ QR കോഡാണ് സ്കാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നേരിട്ട് ഡയറക്റ്റായിട്ട് ആളുടെ ചാറ്റിലോട്ടായിരിക്കും പോവുക. അതുപോലെ തന്നെ നമുക്ക് ഈ QR കോഡ് വേണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് QR കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അടുത്ത ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റാണ്. ഈ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇമേജോ ടെക്സ്റ്റോ വീഡിയോയോ നമുക്ക് ഒരുപാട് പേർക്ക് ഒരേ സമയം അയക്കാനായിട്ട് പറ്റും. ഇവർക്കെല്ലാവർക്കും കിട്ടുന്നത് ഒരു പേഴ്സണൽ മെസ്സേജ് പോലെ ആയിട്ടായിരിക്കും. നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ടാണ് അയക്കുന്നതെന്നുണ്ടെങ്കിലും പേഴ്സണൽ മെസ്സേജ് ആയിട്ടായിരിക്കും ഓരോരുത്തർക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഇതിനു വേണ്ടി വാട്സപ്പിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലോട്ട് ആരൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ 4 ആൾക്കാരെയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ പേരൊക്കെ മാറ്റണമെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഇൻഫോയിൽ സെലക്ട് ചെയ്തിട്ട് ആ ഒരു പെൻസിലിൻ്റെ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിന് നമുക്ക് നെയിമൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ റെസിപ്പിയൻസിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് റെസിപ്പിയൻസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളെ ആഡ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ആഡ് ചെയ്തവരെ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിലയക്കുന്ന മെസ്സേജ് ഇതിലത്തെ ഇപ്പോൾ നമുക്ക് 4 റെസിപ്പിയൻസ് ആണെന്നുണ്ടെങ്കിൽ 4 റെസിപ്പിയൻസിനും ഇതിനൊരു പേഴ്സണൽ മെസ്സേജ് പോലെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് റീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു മെസ്സേജിന് ബ്ലൂ ടിക്ക് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ റീഡ് ചെയ്തു എന്നാണ് അർത്ഥം. ഇനി നമുക്കിപ്പോൾ ഒരു മെസ്സേജ് റീഡ് ചെയ്യണം, അത് നമ്മൾ റീഡ് ചെയ്തു എന്നുള്ളത് സെൻഡർ അറിയാനും പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാം. ഇതിനു വേണ്ടി നമ്മൾ വാട്സപ്പിൽ സെറ്റിങ്സിൽ പോയിട്ട് അക്കൗണ്ടിൽ പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ നമുക്ക് റീഡ് റെസിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിപ്പോൾ ഇനേബിൾ ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. അതിനെ നമുക്ക് ഡിസേബിൾ ആക്കുക. അത് ഡിസേബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ മെസ്സേജ് റീഡ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ബ്ലൂ ടിക്ക് വരില്ല. സോ നമ്മളത് മെസ്സേജ് റീഡ് ചെയ്തു എന്നുള്ളത് സെൻഡ് ചെയ്ത ആൾക്ക് മനസ്സിലാവില്ല. നെക്സ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പലരും പല ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാറുണ്ട്. നമുക്കറിയാത്തവർ പോലും നമ്മളെ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യും. സോ നമുക്ക് അവരോട് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ആ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. നമുക്ക് നമ്മളെ ആരൊക്കെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ളൊരു സെറ്റിങ്ങും വാട്സപ്പിൽ തന്നെ ഉണ്ട്. ഇതിനു വേണ്ടി വാട്സപ്പിലെ സെറ്റിങ്സിലെ അക്കൗണ്ട്സിൽ പ്രൈവസി സെലക്ട് ചെയ്യുക. അതിൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അതിപ്പോൾ എവരി വൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. സോ അതിൽ ഹൂ ക്യാൻ ആഡ് മീ ടു ഗ്രൂപ്പ്സ് എവരി വൺ വേണോ, മൈ കോൺടാക്ട്സ് വേണോ, മൈ കോൺടാക്ട്സ് അക്സെപ്റ്റ് വേണോ, ഏത് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൈ കോൺടാക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ആരൊക്കെ നമ്മളെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാട്സപ്പിൽ ഒരു വോയിസ് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ആ വോയിസ് അയച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ വോയിസ് ഒന്നും കൂടെ കേട്ട് നോക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതല്ലാതെ നമുക്ക് അയക്കണ സമയത്ത് അതൊന്നും കൂടെ കേട്ട് നോക്കാനുള്ള ഒരു ടെക്നിക്കാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ പോലെ വോയിസ് അയക്കുന്ന പോലെ വോയിസ് ആക്കുക. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ലോക്ക് ബട്ടൺ കാണും. അവിടെ നമ്മൾ പ്രസ് ചെയ്തിട്ട് അതിനെ ലോക്കാക്കി പിടിക്കുക. എന്നിട്ട് വേഗം ഒന്ന് ബാക്ക് അടിക്കുക. അതിനുശേഷം വീണ്ടും വാട്സപ്പ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ഇതിൽ നമുക്ക് ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്തിട്ട് കേൾക്കാം. എന്നിട്ട് വല്ല പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിലീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അടുത്തൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഗ്രൂപ്പിലോ മറ്റോ മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് മാത്രം കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ബോൾഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇതിന് മുന്നേ ആയിട്ട് നമ്മളൊരു സ്റ്റാർ, ഒരു ആസ്റ്ററിക് സൈൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു സ്റ്റാർ വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് കുറച്ചും കൂടി ബോൾഡായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കും. വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.